ജെറോമി എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് ഞാൻ മെരിറ്റിലാണ് ജീവിച്ചതെന്ന്. എന്താ കാര്യം? മെരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ പരിശ്രമം, ഹാർഡ് വർക്ക്, എൻ്റെ ഉറക്കം നിപ്പ്, അതുകൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ വിജയിച്ചത്. പിന്നെ ദൈവത്തിന് അവിടെ ഓപ്ഷൻസോ പ്രൊവിഷൻസോ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തിന് പള്ളിയിൽ പോകണം? അമ്മ എന്നോട് പറയും, എടാ ഇന്ന് ഞായറാഴ്ചയാണ്, അബുദാബി പള്ളിയുണ്ടല്ലോ, അപ്പോൾ പോകണമെന്ന് പറയുമ്പോൾ ഉടനെ ഇയാളൊരു മുട്ടായിത്തി പറയും, എന്താ കൊച്ചിന് പാടില്ലല്ല എന്ന് പറയും. ഓക്കെ, അപ്പം അയാൾ പറയുന്നുണ്ട്, അത് ഞാൻ അമ്മയെ പറ്റിക്കാൻ വേണ്ടി പറയണതാണ്, എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണ് ഞാൻ പോകാഞ്ഞതെന്ന്. ഞാൻ അമ്മയെ പറ്റിക്കാൻ വേണ്ടി പറയണതാണ് എന്ന് ഓരോ ദിവസവും ഓരോ മുട്ടായിത്തി പറയും. കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് മുടന്തൻ ന്യായങ്ങളുടെ എണ്ണം കൂടും. പ്രാർത്ഥന മാറ്റിവെക്കാനും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഓരോ ന്യായങ്ങൾ കണ്ടുപിടിക്കും. നമ്മളിന്ന് പള്ളിയിൽ പോയതാണല്ല, ഇന്ന് പെരുന്നാളായിരുന്നല്ല, അവിടെ കൊന്ത ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കൊന്ത ചെല്ലണമെന്ന് പറയും. അവിടെ കൊന്ത ഉണ്ടായിരുന്നത് ശരിയാണ്, പക്ഷെ നീ കൊന്തൊക്കെ കൂടിയോ? അല്ല, കൂടിയിട്ടില്ല. അവിടെ പോയി ഇരിപ്പുണ്ടായിരുന്നു, ആ കൊന്തയിൽ നീ പങ്കെടുത്തോ? ആ സമയത്ത് നീ വേറെ പല വിചാരം കൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ പോയി ആ പ്രദേശത്ത് പള്ളിയിൽ പെരുന്നാളിന് കൊന്തയിലണ സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വകുപ്പിൽ കുടുംബപ്രാർത്ഥന മുടക്കുകയാണ് നീ. മനസ്സിലായില്ലേ? ഇപ്പം ഈ റിലേഷൻസ് നിങ്ങൾ നോക്കണം ശരിക്കും. അപ്പം ഇങ്ങനെ പതുക്കെ വിട്ടു പോവുകയാണ് ദൈവത്തിലേക്ക്. ഈ ആൾക്ക് നിത്യത അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയകാല വിശ്വാസവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശ്വാസവും എല്ലാം കൊണ്ട് നിങ്ങൾക്ക് നിത്യതയ്ക്ക് നിങ്ങൾ അസൈൻ ചെയ്ത് പോകും. അതിനെ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണവത, ഈ ജ്ഞാനസ്ഥാനമായാലും ഒപ്രിഷ്മയായാലും ഇതെല്ലാം നിത്യതയെ പ്രത്യേകിച്ച് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കൂദാശകൾ മൂന്നും കിടക്കുന്നത്. ജ്ഞാനസ്ഥാനം നിത്യതയുടേതാണ്, ഒപ്രിഷ്മ നിത്യതയുടേതാണ്. അതുപോലെ തന്നെ നിത്യയുടെ ഒപ്രിഷ്മയാണ് പവർഫുൾ വെച്ചാൽ നിത്യതയുമാണ് അനുദിന ജീവിതത്തിലതുമാണ്. ഒപ്രിഷ്മയ്ക്കുള്ള ഗുണവതാണ്. പരിശുദ്ധാത്മാവ് നിത്യതയിലും ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത് അനുദിന ജീവിതത്തിലാണ്. നീ എന്താണ് വഴി, നീ നടക്കേണ്ട വഴി, നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഓരോരോ സമയത്തും ദൈവത്തിൻ്റെ വഴികളിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമുക്കൊരു കോൺഷ്യസ് ഉണ്ടായാൽ മാത്രം മതി പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. പിന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻസ് ഉണ്ടാകണം, കോൺഷ്യസ് ഉണ്ടാകണം, ബോധം, പ്രിക്കോഷൻസ് ഉണ്ടാകണം. എന്താണ്? ഒരു മുന്നൊരുക്കം ഉണ്ടാകണം, നമുക്കതിനെക്കുറിച്ച് ജാഗ്രത ഉണ്ടാകണം. അത്ര ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതം ഈസിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം നീ നടക്കേണ്ട വഴി. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ഡെയിലി പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് മങ്ങലേൽപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യാൻ കുറവ്. ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസ പെട്രോൾ പോലെയും ചില വണ്ടികൾക്ക് നമ്മൾ ഒരു വർഷം കൂടുമ്പോൾ വണ്ടിയുടെ ഓയിൽ ഒഴിക്കത്തില്ലേ, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയണത്. ഓയിൽ ഒഴിക്കുമ്പോഴാണ് എൻജിൻ സ്മൂത്തായിട്ട് റൺ ചെയ്യത്തുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തേയ്മാനം കൂടും, കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് വീണ് പോകും, പിന്നെ അത് വിൽക്കാനേ പറ്റത്തുള്ളൂ. എൻ്റെ ചിലപ്പോൾ പറയും, നമ്മൾ പാർട്സിന് വേണ്ടി ചെല്ലുമ്പോൾ പറയും, അയ്യോ ഇത് ഇപ്പം കമ്പനി ഈ പാർട്സ് ഇറക്കണില്ലെന്ന് പറയും. നിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും, ആ വണ്ടി പോയി. അതാണ് സംഭവം, അത് ഓയിൽ പോയി. അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കാതിരിക്കണം, പിന്നെ നിർവീര്യമാക്കാതിരിക്കണം. അതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പാടാതെ, ചുണ്ടുകൊണ്ട് പാടാതെ, ഒന്ന് ചങ്ക് കൊണ്ട് പാടുകയും
ആ പ്രാർത്ഥന പാടുമ്പോൾ നീ വരൂ ദിവ്യകാരുണ്യമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന് തോന്നണം നീ പേഴ്സണലായിട്ട് ഇത് ആവശ്യപ്പെടുന്നുണ്ടെന്ന്. ആ വാക്ക് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആ വാക്കിൻ്റെ സെൻസ് നോക്കി വേണം പ്രാർത്ഥിക്കാൻ. അതാണ് സെൻസിബിൾ പ്രെയർ എന്ന് പറയണത്. ആ വാക്കിൻ്റെ സെൻസ് ഗ്രാസ്പ് ചെയ്ത് ആണ് നമ്മൾ അത് ആക്ടിവിറ്റി ചെയ്യണത്. അല്ലെങ്കിൽ നോൺസെൻസ് പ്രെയർ ആകും. പല ആൾക്കാരുടെയും പ്രാർത്ഥനയും പാട്ടും നോൺസെൻസ് പ്രെയറാണ്. എന്താ കാര്യം? അങ്ങനെ പാടുന്നു, കേൾക്കണത് തട്ടിവിടുന്നു, അതേ ഉള്ളൂ നോൺസെൻസ് പ്രെയർ. പക്ഷേ സെൻസിബിൾ പ്രെയർ എന്ന് പറയണത് ആ വാക്ക് ഉദ്ദേശിക്കണ എന്താണ് അത് ഞാൻ ഫീൽ ചെയ്തിട്ടാണ് ഞാനത് പുറത്തേക്ക് സ്പെൽ ഔട്ട് ചെയ്യണത്. നമുക്കൊരുമിച്ച് ആ വാക്ക് നെഞ്ച് കൈവച്ചുകൊണ്ട് നീ വരൂ ദിവ്യകാരുണ്യമേ അനുഭവിച്ച് പാടാം. ശ്രുതികണ്ട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ. ഒരുമിച്ച് എല്ലാവരും നീ വരൂ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ കാരുണ്യമേ. ജീവിതം ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ കാരുണ്യമേ. നീ വരൂ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ. ജീവനെ നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ. കണ്ണുകൾ അടച്ചുകൊണ്ട് ഏകാഗ്രതയോടെ നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ. ജീവനെ ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ കാരുണ്യമേ. ജീവിതം ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ കാരുണ്യമേ. Praise the Lord. Praise the Lord. ഈ പാട്ടിൻ്റെ അഭിഷേകം എന്താണെന്നറിയാവോ? ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനെ നിത്യകാരുണ്യമേ. ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇനി എൻ്റെ കഴിവിലല്ല, നിന്റെ കാരുണ്യത്തിൽ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ദൈവമേ നന്ദി. ദൈവമേ ആരാധന. ദൈവമേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ കാരുണ്യമേ. നീ വരൂ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ. നീ വരൂ. ഒരുമിച്ച് പാടുക. നീ വരൂ ദിവ്യകാരുണ്യമേ,
ഈശോയ്ക്കും ദൈവമാതാവിനും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബീന. ഞാൻ തൃശ്ശൂർ അമലനഗർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2025 മാർച്ച് 21 തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കി. അങ്ങനെ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജൂലൈ മാസത്തിൽ എൻ്റെ മകള് ടീനയ്ക്ക് ഒരസുഖം വന്നതിൻ്റെ സൗഖ്യം കിട്ടിയതിന് സാക്ഷ്യമാണ് ഞാനിന്നിവിടെ രേഖപ്പെടുത്തുന്നത്. എൻ്റെ മകൾക്ക് 2-3 ദിവസങ്ങളായി കടുത്ത വയറുവേദനയും ഛർദിയും ആയിരുന്നു. അത് കൂടി വന്നപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഉടനെ തന്നെ അവരെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഉടനെ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അവിടെ വലിയ ഒരു നീർക്കെട്ടുണ്ട്, ഒപ്പം തന്നെ ഒരു തടിപ്പും വയറിൽ ആമാശയത്തിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് എന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു. വയറുവേദനയും ഛർദിയും കൂടുതലായി രാത്രിയായപ്പോഴേക്കും അവശയായി തീർന്നു. ഉടനെ വയറിൽ ഫ്ലൂയിഡ് എടുക്കാനായിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടപ്പോൾ ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു. എൻ്റെ മകളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് എൻ്റെ മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഒപ്പം തന്നെ തിരുവചനം വിശുദ്ധ ലൂക്ക, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല, വിശുദ്ധ ലൂക്ക 1:37 എന്ന തിരുവചനം എനിക്ക് ശക്തി പകർന്നു. ഒപ്പം തന്നെ ഞാൻ മകളുടെ വയറിലെ ഉടമ്പടി തൈലം പൂശിക്കൊണ്ടിരുന്നു. ഉപ്പ് വെള്ളത്തിലിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് കൊടുത്തു. പക്ഷേ വെള്ളമൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു, അമ്മ മാതാവ് വഴി ഈ തിരുക്കുമാരൻ എല്ലാ സൗഖ്യവും എൻ്റെ മകൾക്ക് നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും എപ്പോഴോ മയങ്ങിപ്പോയപ്പോൾ ഒരു കടുത്ത നീല വെളിച്ചം, ഇളം നീല വെളിച്ചം എൻ്റെ മോളുടെ തലയുടെ അടുത്ത് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ അവളെ സുഖപ്പെടുത്താനായിട്ട് അമ്മ വന്നിട്ടുണ്ട്, ഇനി എനിക്ക് യാതൊന്നും പേടിക്കാനില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മുട്ടൂത്തി നിന്ന് പ്രാർത്ഥിച്ചു. ഉടനെ ആ വെളിച്ചം പതുക്കെ മറഞ്ഞുപോയി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോൾ ഉറങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ കണ്ണ് തുറന്നപ്പോൾ പറഞ്ഞു, മോളെ നീ ഇനി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, അമ്മ നിൻ്റെ എല്ലാ അസുഖങ്ങളും പൂർണ്ണമായും നിനക്ക് സൗഖ്യം നൽകി. അതിനെ അവിടെ CT സ്കാൻ എടുക്കാൻ ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ തലേ ദിവസമാണ് CT സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അവർ CT സ്കാൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ക്യാൻസറിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. കാരണം അവർ സ്കാൻ ചെയ്തത് തലേ ദിവസമാണ്. അന്ന് രാത്രിയാണ് അമ്മ അവളുടെ അടുത്ത് വന്നത്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഇനി വരുന്ന റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പം അവൾക്കുണ്ടാവില്ല. അവർ പറഞ്ഞു, വയറിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേഷൻ ഉള്ളത് കൊണ്ട് 10 ദിവസത്തിന് ശേഷമാണ് ഇനി അടുത്ത എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഇൻഫ്ലമേഷനൊക്കെ മാറണം. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങൾ തൃശ്ശൂർ CMC വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ മകൾ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിലെ സർജനായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി 10 ദിവസം കഴിഞ്ഞ് അവിടെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അവിടെ തടിപ്പൊന്നും കാണാനില്ല, ഒപ്പം തന്നെ എല്ലാ ഇൻഫ്ലമേഷനും മാറിയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇനി മൂന്നാമതായിട്ട് അവർ പറഞ്ഞ പ്രശ്നം ആമാശയ ഭിത്തിയുടെ കനം കൂടുതലാണ്, അത് കുറയണമെങ്കിൽ 1.5 മാസം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ 1.5 മാസം തുടർച്ചയായിട്ട് കൃപാസന മാതാവിനോട് പ്രത്യേകം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എൻ്റെ മകളെ എന്ന് ഞാൻ പറഞ്ഞു. ആവർത്തിച്ച് ഞാൻ എല്ലാ നിമിഷം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി തൈലം പൂശുകയും ഉപ്പ്
ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്തു. ഒരാഴ്ച മാത്രമാണ് അവൾക്ക് ലീവ് എടുക്കേണ്ടി വന്നത്. തുടർന്ന് അവൾ ജോലിക്ക് പോയി. 1.5 മാസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വെല്ലൂർ കൊണ്ടുപോയി CT സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു തടിപ്പല്ല, ആമാശയത്തിൻ്റെ ഭിത്തി കനം വളരെ കുറഞ്ഞു. ഞാൻ ഈ അത്ഭുത സൗഖ്യം എൻ്റെ മകൾക്ക് ലഭിച്ചത് അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി തിരുക്കുമാരൻ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. ഈ സൗഖ്യം നേടിത്തന്ന അമ്മയ്ക്കും പരിശുദ്ധ തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ ഞാനിവിടെ അർപ്പിക്കുന്നു. ഇതിൻ്റെ കൃത്യമായ വിവരം ഒന്നും കൂടെ വിശദമായി പറയാൻ ഞാൻ മകൾക്ക് കൊടുക്കുക. എൻ്റെ പേര് ടീന. ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ സർജനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മമ്മി ഒരുവിധം എല്ലാം പറഞ്ഞു. ആകെയുള്ളത് ഒരു ഡോക്ടർ എന്ന രീതിയിൽ എൻ്റെ ചിന്ത പോയത്, ഇത് ബയോപ്സി റിപ്പോർട്ട് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ പോലും ഒരു സർജറി വേണ്ടി വന്നേനെ. കാരണം ഭക്ഷണം ആമാശയത്തിൽ നിന്ന് കുടലിലേക്ക് പോവേണ്ട ആ വഴി മൊത്തം അടഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വഴി അതിന് വേണ്ടിയെങ്കിലും ഒരു സർജറി വേണ്ടി വരും എന്നുള്ള രീതിയിൽ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, ഇല്ല, ഞാൻ നീലവെളിച്ചം കണ്ടതാണ്, ഞാൻ മാതാവിനെ നിൻ്റെ അടുത്ത് കണ്ടതാണ്, അതുകൊണ്ട് നിനക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് തൊട്ട് എനിക്ക് വേദന വന്നിട്ടില്ല. പിറ്റത്തെ ദിവസം തൊട്ട് ഛർദി നിന്നു. ഭക്ഷണം കഴിച്ചിട്ട് അതിൽ പിന്നെ ഈ 2 മാസത്തിൽ ഒരിക്കൽ പോലും വേദന വരികയോ ഛർദി ഉണ്ടാവുകയോ ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഇത്രയും വലിയൊരു സൗഖ്യം വന്നത് കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥത്തിലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി, ആവേ മരിയ. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലയ ജോസഫ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് വിപിൻ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ ആദ്യമായി എടുത്തത്. എൻ്റെ ഭർത്താവ് മാൾട്ടയിൽ ഒരു കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അദ്ദേഹം 15 വർഷമായിട്ട് മദ്യപാനിയായിരുന്നു. 2021 അദ്ദേഹം മാൾട്ടയിൽ പോയത്. മാൾട്ടയിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മദ്യപാനം വളരെ അധികമായിട്ട് കൂടുകയും ഡ്യൂട്ടിക്ക് പോകാൻ പോലും സാധിക്കാത്ത വിധം അദ്ദേഹം മുഴുവൻ നേരവും മദ്യപാനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഡ്യൂട്ടിക്ക് തീരെ പോണില്ല, ഇങ്ങനെ പോയാലേ ശരിയാവില്ല, അവിടുത്തെ അതായത് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, അങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ അദ്ദേഹം പുറം ലോകം പോലും കാണില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഇങ്ങടേക്ക് കയറ്റിവിടാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാനിവിടെ 2022 ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ നാട്ടിലേക്ക് കയറ്റിവിട്ടു. അദ്ദേഹം എന്നോട് നാട്ടിലെത്തിയ പാടെ എന്നോട് പറഞ്ഞത്, ഞാൻ ഇന്ന് മുതൽ കുടിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനിവിടെ ഓൺലൈൻ ഉടമ്പടിയിൽ കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, മാതാവേ അദ്ദേഹത്തിൻ്റെ മദ്യപാനം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ എത്തിയ പാടെ എന്നോട് പറഞ്ഞത്, ഇനി ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. 2022 എന്നോട് പറഞ്ഞ ആ വാക്ക് ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹം പാലിച്ചു. ഇന്ന് വരെ അദ്ദേഹം പിന്നീട് മദ്യപിച്ചിട്ടില്ല. 10 വർഷമായി ഉണ്ടായിരുന്ന മദ്യപാനം ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്ത് 10 ദിവസത്തിനുള്ളിൽ തന്നെ മാതാവ് അതെനിക്ക് മാറ്റിത്തന്നു. എൻ്റെ 2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഇദ്ദേഹവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മാൾട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, കെയർ ടേക്കറായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്, അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ IELTS 6.5 സ്കോർ വേണം എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. IELTS എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പ തന്നെയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലിൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ IELTS ക്ലിയറാക്കി തരണം, എത്രയും പെട്ടെന്ന് നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചു. ഇദ്ദേഹവും ഇവിടെ വന്നിട്ട് പറഞ്ഞു, മാതാവേ അടുത്ത തവണ ഞാൻ വരുന്നത് അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ, അടുത്ത തവണ വരുന്നത് ഈ അൾത്താരയിൽ നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്താൻ, അങ്ങേക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി ആയിരിക്കണമേ എന്ന് അദ്ദേഹവും ഇവിടെ നിന്ന് അദ്ദേഹവും പ്രാർത്ഥിച്ചു. അദ്ദേഹം IELTS എഴുതി.
IELTS എഴുതി ഞങ്ങൾക്ക് നേഴ്സാവാനുള്ള മാർക്ക് ആൾക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പേടിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മളത് ഏൽപ്പിച്ചിരിക്കുന്നത് മാതാവിനെയാണ്, ആ ഫയൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് മാതാവിനെയാണ്, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നോട് ആൾ പറഞ്ഞു നമുക്കത് റീവാലുവേഷന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ റീവാലുവേഷന് കൊടുത്തു. 15 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വന്നു. അവിടെ നേഴ്സായിട്ട് കയറാനുള്ള സ്കോർ നൽകി മാതാവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. 1 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അവിടെ നേഴ്സായിട്ട് ജോലിക്ക് കയറുകയും ചെയ്തു. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ 5ാമത്തെ പുതുക്കലായിരുന്നു. കഴിഞ്ഞ മാസം 2-ാം തീയതി ഞാനിവിടെ വന്ന് എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കി. എൻ്റെ വലത് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഫാമിലി ഹിസ്റ്ററി ഉള്ളതാണ്. എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ പലർക്കും ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇതൊന്നും ആയിരിക്കല്ലേ, സാധാരണ നോർമലായിട്ടായിരിക്കണേ ഇതിൻ്റെ ടെസ്റ്റ് വരുന്നതെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൽ നേരവും ഞാനത് നിയോഗമായി വെച്ചു. എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഞാൻ തൈലം എൻ്റെ ബ്രസ്റ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ 18-ാം തീയതി ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നു, നോർമലായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളും മാതാവ് തന്നു. ഉടമ്പടി നമ്മളെടുത്ത് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്താലും ഒരു തടസ്സങ്ങളും, ആദ്യം ഒരു ചെറിയ തടസ്സം വന്നാലും ബാക്കി എല്ലാ കാര്യങ്ങളും മാതാവ് വളരെ മനോഹരമായിട്ടായിരുന്നു എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മാതാവ് വളരെ അധികമായിട്ട് സഹായിച്ചു. മാതാവിനെ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി, ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ രോഗികൾക്കും അവരുടെ കൂടെ ഇരിക്കുന്നവർക്കും എൻ്റെ അയൽവാസികൾക്കും ഒക്കെ ഈ സാക്ഷ്യം എനിക്ക് എന്തൊക്കെ കിട്ടിയോ ആ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് പത്രം വിതരണം ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേഷ്യൻസിനെ കാണാനും അവരെ ശുശ്രൂഷിക്കാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചു. പിന്നെ ചെറിയ സാമ്പത്തിക സഹായം എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്യുമായിരുന്നു. ആത്മീയമായി എന്ന് പറഞ്ഞാലും ഒരുപാട് ഇതുണ്ട്. ഒല്ലൂരിൽ ഒരു അഖണ്ഡ ജപമാല ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 2 തവണ അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. അവിടെ പോകുമ്പോൾ എനിക്ക് നല്ലതുപോലെ നമ്മൾ അതിൽ ശരിക്കും ധ്യാനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം നല്ലതുപോലെ വരുമായിരുന്നു. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചെല്ലുമ്പോഴും മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് വരുമായിരുന്നു. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് വിപിൻ. വൈഫ് പറഞ്ഞ പോലെ മദ്യപാനത്തിന് ഒരുപാട് അഡിക്റ്റഡ് ആയി പോയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തോ എനിക്കറിയില്ല, പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണോ എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു ദിവസം ഞാൻ തീരുമാനിച്ചു ഇനി കുടിക്കില്ല എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് നിർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് കടിച്ച് പിടിച്ച് അതങ്ങ് നിർത്തി. ഇപ്പോൾ ഇതുവരെ പിന്നെ അത് കഴിക്കാനോ ഒന്നിനും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഞാൻ മാൾട്ടയിൽ ഇപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS ഇവള് പറഞ്ഞ പോലെ ഞാനൊന്നും പഠിക്കാണ്ട് പോയി എഴുതിയതാണ്. ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് പോലും തുറന്നു നോക്കാണ്ട് ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് ഓടിപ്പിടിച്ച് പോയി എഴുതിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ പേപ്പർ വരുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് മാതാവിനോട് പറയും, മാതാവ് റെഡിയാക്കി തരണേന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കറക്കി കുത്തുമായിരുന്നു. പക്ഷേ എന്തെനിക്ക് അറിയില്ല എങ്ങനെയാണ് സാധിച്ചതെന്ന്. എനിക്കിപ്പോഴും അത് മാതാവിന് മാത്രമേ അറിയുള്ളൂ എങ്ങനെ എനിക്ക് സ്കോർ കിട്ടിയെന്നുള്ളത്. ദൈവത്തിന് ഒരുപാട് നന്ദി, മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജാൻസി, ഇത് ഹസ്ബൻഡ് രാജേഷ്. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 2019 ജനുവരിയിലായിരുന്നു ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തത്. അതിനുശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ കഴിഞ്ഞു. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ ഡോക്ടറെ അടുത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു. ഡോക്ടറെ അടുത്തൊന്നും കാണിച്ചില്ല. അതിനിക്ക് മുന്നേ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കാണിച്ചിരുന്നു ഒരുപാട് വർഷം. ലാസ്റ്റ് കാണിച്ച ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഇത്രയും 10 വർഷം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. ഇനി നിങ്ങൾ IVF ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അതിനിടയ്ക്കൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയും ഒക്കെ വന്നിരുന്നു. അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഒരു കാരണവശാലും ഡോക്ടറെ അടുത്ത് IVF ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നു. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഉടമ്പടിയെ പറ്റി അറിയുന്നതും കൃപാസനത്തിൽ വന്ന് 2019 ജനുവരിയിൽ ഉടമ്പടി എടുക്കുന്നതും. പിന്നീട്
എല്ലാ മാസവും ഞങ്ങൾ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തു. കാരുണ്യ പ്രവർത്തനം, പ്രേക്ഷിത പ്രവർത്തനം ഒക്കെ ചെയ്തു. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞങ്ങൾ ആ ഉടമ്പടി ഞങ്ങൾ ചെയ്തു പോന്നിരുന്നു. കാരുണ്യ പ്രവർത്തനം ഞങ്ങൾക്കുണ്ടാവുന്ന വിധത്തിലുള്ള ഭക്ഷണം, ഒരു നേരം ഭക്ഷണം കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം ഞങ്ങൾ ഹോസ്പിറ്റലിലും ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു. പിന്നെ 8 മാസത്തിന് ശേഷം വീണ്ടും ജോസഫ് അച്ഛനെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ അച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും പരിശുദ്ധ അമ്മയുടെ അടുത്തും ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിലും കൊണ്ടുപോയി ഞങ്ങളെ നിർത്തിയിട്ട് പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യ നാഥൻ്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുപോയി നിർത്തി അച്ഛൻ പറഞ്ഞു, ഇവരുടെ രക്തത്തിൽ പിറക്കുന്നതുമായി കുഞ്ഞു വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അത് പൂർണ്ണമായും ഞങ്ങൾ ഏറ്റെടുത്തു. പിറ്റേ ദിവസത്തെ അൾത്താരയിൽ നിന്ന് അച്ഛൻ ഞങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ കോഴിക്കോട് നിന്ന് വന്ന ഇന്നലത്തെ ദമ്പതികളുടെ കാര്യം വന്ന് അൾത്താരയിൽ നിന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരു വിശ്വാസവും ഒരു പ്രത്യാശയും ഒക്കെ എന്നിൽ നിറയാൻ തുടങ്ങി. കാരണം അതുവരെ ചെറിയ ഒരു വിശ്വാസക്കുറവോ എന്തോ ഒക്കെ ഉണ്ടായിരുന്നു, എന്താ ഇതൊന്നും നടക്കാത്തത് എന്ന്. പക്ഷേ അൾത്താരിൽ നിന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞപ്പോൾ ഈശോ ഞങ്ങളുടെ കാര്യം ഏറ്റെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നീട് ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല റാലിയിലും ഞങ്ങൾ പങ്കെടുത്തു. 2020 ജനുവരി കറക്റ്റ് 1 വർഷം തികയുന്ന വേളയിൽ, ഉടമ്പടി എടുത്ത് 1 വർഷം തികയുന്ന വേളയിൽ ആദ്യത്തെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി. പിന്നീട് ആദ്യത്തെ കുഞ്ഞിന് 1 വയസ്സ് കഴിയുമ്പോഴേക്കും തമ്പുരാൻ രണ്ടാമത്തെ കുഞ്ഞിനെ കൂടി ഞങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾ അതിനിടയ്ക്കൊക്കെ നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. വയറ്റത്ത് പുരട്ടി, ഇവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ വയറിൻ്റെ മുകളിലൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. അതും ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിരുന്നു. പിന്നീട് ഞങ്ങൾ വചനം മുൻനിർത്തി ജീവിക്കാൻ തുടങ്ങി. കാരണം വചനം കാണാപ്പാഠം എഴുതാനും അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനും തുടങ്ങി. ഞങ്ങളുടെ റൂമിൽ പോലും ഞങ്ങളെ ഓരോ വചനം എഴുതിയിട്ടു. അങ്ങനെ വചനത്തെ മുൻനിർത്തി ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ടായി. ഈശോയുടെ വചനം പറയുന്നു, നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോടൊപ്പം ലഭിക്കുമെന്ന്. അക്ഷരാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ അത് നടന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം പിന്നീട് എൻ്റെ നിയോഗങ്ങൾ പോലും മറന്ന് ഞാൻ വചനം കേൾക്കാനുള്ള ഒരു ദാഹം എന്നിലുണ്ടായി. ഇതെല്ലാം ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്. എന്നുള്ള വിശ്വാസം വർദ്ധിക്കാനും ഇതുവഴി സാധിച്ചു. ഈ അൾത്താരയിൽ എനിക്ക് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തണമെന്ന് ഒത്തിരി നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജനതകളുടെ മുന്നിൽ ഈശോയെ നിന്നെ ഏറ്റുപറയാൻ എനിക്ക് സാധിക്കണേ എന്ന് ഞാൻ എന്നും ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഈ തമ്പുരാൻ്റെ അൾത്താരയിൽ നിന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ പരമപരിശുദ്ധനായ ദൈവത്തിനെ, ഏക സത്യദൈവമായ ഈശോയെ ഞാൻ അങ്ങേ ഏറ്റുപറയുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങാണ് ഏക ദൈവവും ഏക സത്യവും എന്ന് ഞാൻ എൻ്റെ ജീവിതം മുൻനിർത്തി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു.